ഫയലാണ് കിട്ടിയിട്ടുള്ളത്. അതിനകത്ത് നമ്മൾ കേട്ടതിന്റെ അപ്പുറം ഉണ്ട്. മനസ്സിലായോ? ഇവരുടെ ഫാമിലിയെ മൊത്തം പറയുന്നുണ്ട്. ഒഴിവില്ല. ഇത് നമ്മളടുത്ത് കൃത്യമായ എവിഡൻസുകൾ ഉള്ളതാണ്. ഇപ്പോൾ ഇവർ AI വോയിസ് ആണ്, അതായത് ഞങ്ങളൊക്കെ പറഞ്ഞ വോയിസ് AI വോയിസ് ആണെന്നാണ് പറഞ്ഞതിൽ. ഏറ്റവും LKG കുട്ടികൾ എനിക്ക് തോന്നുന്നത് ഇതിലേറെ ബുദ്ധിയുള്ള കുട്ടികളാണെന്നുള്ളതാണ് ഈ സാഹചര്യത്തിൽ എനിക്ക് പറയുള്ളത്. കാരണം ഈ വോയിസിൽ ഞങ്ങളെ വ്ളോഗ് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ആവുന്നുണ്ട്. ഈ വീട്ടിലെ വ്യക്തികൾ ഓരോരുത്തരുടെ വോയിസും വ്യക്തമായിട്ട് കൃത്യമായിട്ട് ഇത്ര സീറ്റ് വ്യത്യാസത്തിൽ നമുക്കിത് കേൾക്കുന്നുണ്ട്. എങ്ങനെയാണ് ഒരു സംഭവത്തെക്കുറിച്ച് 10-12 മിനിറ്റ് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കണത്? വേണ്ടാത്ത ആവശ്യമില്ലാത്ത അശ്ലീല തെറികളടക്കം, അതായത് ഏക്ക് പോലും അറിയാത്ത തെറികളടക്കം ഉൾപ്പെടുത്തിയിട്ട് കണ്ണൂർ സ്ലാങ്ങിൽ AI എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് എനിക്കിതുവരെ ഞങ്ങൾ ഒരുപാട് ഇപ്പോൾ AI ഓഡിയോ എഞ്ചിനീയേഴ്സുമാരായിട്ട് ഞങ്ങൾ 2-3 ദിവസമായിട്ട് കോൺടാക്റ്റ് ഉണ്ട്. എല്ലാവരുടെ അടുത്തും ഞങ്ങൾ ഈ ഓഡിയോ അയച്ചിട്ട് ഇത് പ്രൂവനാണ്, അതായത് ഈ ഒരു സംഭവം AI വെച്ചുണ്ടാക്കിയ വോയിസുകളല്ല എന്നുള്ളത് പ്രൂവനാണ്. ഇവരിതിൻ്റെ പിന്നിൽ സംസാരിച്ച കാര്യങ്ങളൊക്കെ AI, ഞാൻ പറഞ്ഞില്ലേ, ഓഡിയോ എഞ്ചിനീയർമാരാണ് ഇതിൻ്റെ പുറകിലിരിക്കുന്നത്. അതായത് ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, നിങ്ങളൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അത് എഡിറ്റ് ചെയ്തിക്കണോ, അല്ലെങ്കിൽ നിങ്ങളതിൽ കുത്തിക്കയറ്റിക്കണോ, അല്ലെങ്കിൽ നിങ്ങളത് മാറ്റം വരുത്തി ഉണ്ടാക്കണം എന്നൊക്കെ അറിയാനുള്ള ടെക്നിക്കുകളും സോഫ്റ്റ്വെയറും സാങ്കേതിക വിദ്യയുള്ള 2026 സൈബർ ലോകത്താണ് നമ്മൾ ജീവിച്ചു പോണത്. അപ്പോൾ ഇവർ പറയണ ഈ AI വോയിസിൽ യാതൊരു, അതായത് ഒരു തരത്തിലും 100%-ൽ 1% പോലും ന്യായമില്ലാത്ത കാര്യമാണ്. ഒരിക്കലും ഇന്നത്തെ കാലത്തെ AIക്ക് ഇനി ചിലപ്പം 2055-ലോ 60-ലോ ചിലപ്പോൾ പറ്റിയേക്കാം. പക്ഷേ ഇന്നത്തെ കാലത്തെ AIക്ക് ഒരിക്കലും ആ ഇന്ന വ്യക്തികളുടെ കൃത്യമായ ശബ്ദം, അതായത് ഞങ്ങളെ ശബ്ദം അടക്കമുണ്ട്, ഞങ്ങളെ ശബ്ദം AIക്ക് കൊടുക്കണമെങ്കിൽ ഇതിനൊക്കെ ഒരു ലിമിറ്റേഷൻസ് ഇല്ല. അതായത് ഇപ്പോൾ ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ ഒരു പാട്ട് ഫുള്ളി AI ജനറേറ്റർ ഒരു പാട്ട് നമ്മൾ ഇറക്കാം. ഇപ്പോൾ ഒരുപാട് നേതാക്കന്മാരുടെ സൗണ്ടിൽ, ക്രിസ്ത്യാനോൻ്റെ സൗണ്ടിൽ, മെസ്സിൻ്റെ സൗണ്ടിലൊക്കെ പാട്ടുകൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ ഇതിൽ സംഗതികൾ വരുന്ന ഭാഗം, അതായത് പാട്ടിൽ നീട്ടി പോകേണ്ട ഭാഗങ്ങളിലൊക്കെ ഡെസിബൽ കാര്യങ്ങൾ, അതായത് ഈ രീതികളൊക്കെ മാറും AIയിലിട്ട് കഴിഞ്ഞാൽ. പക്ഷേ നമ്മളതൊന്നും വരാതെ നമ്മളെ വോയിസ് ജനറേറ്റ് ചെയ്തിട്ട് നമുക്കൊരു ഭംഗിയുള്ള പാട്ട്, അതായത് മാറ്റങ്ങളും മാറ്റൊലികളൊക്കെ ഉള്ളൊരു പാട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി ഞങ്ങൾ ഒരു കൊല്ലമായിട്ട് ഒരു AIൻ്റെ പുറകിലുണ്ട്. അതായത് ഇതുവരെ നമുക്ക് പറ്റുന്നില്ല. അതായത് ഒരു കൊല്ലമായിട്ട് ഞങ്ങൾ റിസർച്ച് ചെയ്തിട്ട് ഈ ഒരു AI വോയിസ് ഉണ്ടാക്കാൻ ഞങ്ങളെ സ്വന്തം വോയിസ്, ഞാനിപ്പോൾ ഒരുപാട് അതിൽ ഇതൊക്കെ കൊടുത്തിട്ടും എന്താക്കാൻ പറ്റുന്നില്ല, അതൊരു പാട്ടായിട്ട് വരുന്നില്ല. അപ്പോൾ ഇത്രയും വലിയ ഏറ്റവും പെയ്ഡായിട്ടുള്ള AI സോഫ്റ്റ്വെയർ ടൂൾസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്തിട്ട് പോലും ഈ ഒരു പാട്ട് ഞങ്ങളുടെ ശബ്ദത്തിൽ ഉണ്ടാക്കാൻ പറ്റാത്തൊരു കാലത്ത് കണ്ണൂർ സ്ലാങ്ങിൽ 10-15 ആൾ ഒരു റൂമിലിരിക്കണം, ഞങ്ങളെ വ്ളോഗ് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ആവണം, അതിനെ വിമർശിക്കണ തരത്തിൽ, അല്ലെങ്കിൽ അതിനെ വളരെ 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 കുടുംബത്തിൽ കയറ്റാത്ത വണ്ണം, മോശമായ രീതിയിൽ കയറ്റാൻ പറ്റാത്ത വണ്ണം എല്ലാ സ്ത്രീകളെയും, മൊത്തം സ്ത്രീകളെയും ഉമ്മമാരെയും യുവതികളെ അപമാനിക്കുന്ന രീതിയിലുള്ളൊരു വോയിസ് ഇപ്പോഴത്തെ കാലത്ത് AIയിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം തൊപ്പിയുടെ AI കോണ അങ്ങ് തീരുമാനമായല്ലോ. തൊപ്പിയുടെ കയ്യിൽ മാത്രം ഉള്ള AI ടൂളാണെന്ന് തോന്നുന്നു ഗൈസ്. കാരണം കണ്ണൂർ സ്ലാങ്ങിലൊക്കെ ഉള്ള AI ടൂളൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില്ലറ പണിയല്ല, അത് വലിയ പണിയാണ് കേട്ടോ. അത് സമ്മതിക്കണം, അത് പണി എടുത്തവനെ സമ്മതിക്കണം. അത്രയും വലിയ കഴിവുള്ളവനാണെങ്കിൽ അവൻ വല്ല മാർവൽ എഡിറ്റിംഗ് സ്റ്റുഡിയോയിൽ ഇരുന്നേനെ. എടാ യവൻ ഉളുപ്പില്ലേ ഇങ്ങനെ വന്ന് കള്ളത്തരം പറയാൻ? നീ ഇത്രയും നാൾ പറഞ്ഞ കള്ളത്തിന് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു. ഈ കള്ളം ഒട്ടും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ലടാ മോനെ. നിന്റെ കള്ളങ്ങൾ ഇത്ര അതപ്പതിച്ചു പോയോ? ടെൻഷൻ കൊണ്ടായിരിക്കും, മനസ്സിലായോ? ഈ ഒരു കള്ളം ഈ എന്ത് പറഞ്ഞാലും എടാ വേറെ എന്തെങ്കിലും നിനക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നും പറയാനില്ല. AI മാത്രമായിരുന്നു അവന്റെ ഏറ്റവും അവസാനത്തെ പിടിവള്ളി. കണ്ണൂർ സ്ലാങ്ങിൽ അവന്റെ AI, അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന നോയിസും എല്ലാം, ഇത്ര ദൂരത്തിൽ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ ആ ഒരു ഡിസ്റ്റൻസിനകത്ത് നമുക്ക് കിട്ടുന്ന ആ ഒരു ഫീലും എല്ലാം AI, കംപ്ലീറ്റ് AI. എന്നാ പണിയാണോ ഇത്? എന്തൊരു പണിയാണോ ചെയ്തത്? അത് ഏതുവനാ പണിതത്? ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നത്? ഇവൻ ഇത്രയും കോൺഫിഡന്റ് ആയിട്ടാണ് വന്ന് AIയുടെ കാര്യം പറയുന്നത്. ഓക്കെ, ഇത്രയും കാലം അവൻ ആ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞതോ, അവൻ ഇത്രയും കാലം എന്തൊക്കെയാണോ നിങ്ങൾ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരുന്നത് എല്ലാം കളവാണ്, എല്ലാം കളവാണ്. ഒരു 100 കാര്യം എടുത്തു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനകത്ത് 1-2 സത്യങ്ങളുണ്ടാവും, ബാക്കി 98ഉം ഇവന്റെ ചരിത്രം, ഇവന്റെ ജീവിതത്തിൽ നടന്ന ഇവന്റെ ചരിത്രം പറഞ്ഞത് തന്നെ ചിലപ്പം കളവായിരിക്കും, സെന്റിമെന്റ്സ് ഇറക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഞാൻ ഇവനിൽ കണ്ട് ഞെട്ടിപ്പോ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു കള്ളത്തരം പറയുമ്പോൾ, നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ ആ പറയുന്ന വ്യക്തിക്ക് എന്തെങ്കിലും ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഒരു 100% അല്ലെങ്കിൽ ഒരു 150% കോൺഫിഡൻസിലൊക്കെ നിന്ന് കള്ളത്തരമൊക്കെ പറയണമെങ്കിൽ അതിനൊരു പ്രത്യേക കഴിവ് വേണം. ആ ഒരു കഴിവിന്റെ എക്സ്ട്രീം പീക്ക് കഴിവുള്ളവനാണ് ഇവൻ. അത്രയും കഴിവേറിയവനാണ് തൊപ്പി. ആ ഒരു കഴിവ് നിന്നെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നതാ മോനെ. കാര്യം എന്ന് പറഞ്ഞാൽ ഇവൻ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം ഇവൻ ഉഡായിപ്പാണ്, ഇവൻ പറയുന്ന കള്ളവാണ്, വാ തുറന്നാ കള്ളവേ പറയത്തോളെന്ന് നമുക്കറിയാമെങ്കിൽ പോലും ഇവൻ പറയുന്ന കേട്ട് നമ്മൾ വിശ്വസിച്ചു പോകും. അയ്യോ ഇനി അങ്ങനെയാണോ ചെറുക്കം പറയുന്നത്, അങ്ങനെ ഇരുന്ന് കൂടാ. ആ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത് വിശ്വസിപ്പിക്കാനുള്ള കഴിവുണ്ട് ഇവന്.
അതുകൊണ്ടാണ് ഇവർ ഇത്രയും നാള് പിടിച്ചു നിന്നത്. ഇത് ഇവന്മാരെ അടിച്ച് തമ്മിലടിച്ച് പിരിഞ്ഞു പോയിട്ടാണ് ഇതൊക്കെ നാട്ടുകാരറിഞ്ഞത്. അല്ലെങ്കിൽ ഇതൊന്നും അറിയാനും പോണില്ല. ഇവന്മാരെയൊക്കെ കാണുമ്പോൾ ഈ ഫോട്ടോ ഒക്കെ എടുക്കാൻ ഫാൻ എന്ന് പറഞ്ഞ് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി ഓടിപ്പോകുന്ന പെണ്ണുങ്ങൾ ഫാൻസ് അല്ലെങ്കിൽ പിള്ളേർ ഫാൻസ് ഇവരൊക്കെ ആലോചിക്കണം ഇവൻ ഏത് ടൈപ്പാണെന്ന്. ഒരു സ്ത്രീ വന്ന് ഫോട്ടോ എടുത്തിട്ട് പോയി കഴിയുമ്പോഴായിരിക്കും വന്നിട്ട് പറയുന്ന അവിടെ സൂപ്പറടാ എന്ന് പറയുന്നത്. മനസ്സിലായ? സ്വല്പം മാനാഭിമാനം ഉണ്ടെങ്കിൽ, സെൽഫ് റെസ്പെക്ട് ഉണ്ടെങ്കിൽ ഇവനെയൊക്കെ പോയിട്ട് ഇങ്ങനെ പൊക്കി തലയിൽ കയറ്റി നടക്കാതിരിക്കുക, മൂട് താങ്ങി നടക്കാതിരിക്കുക. ഇവനെ കാണുമ്പോൾ പോയി ഓടിപ്പോയി ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ ചീത്തപ്പേരൊന്നും കിട്ടായില്ലേ. നിങ്ങളൊക്കെ അറിഞ്ഞത് ഒരു അംശം മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പുറത്തോട്ട് വരാനുള്ള കാര്യങ്ങളൊക്കെ അത്രയും വൃത്തിയുടെ കാര്യങ്ങളൊക്കെയാണ്. എന്താണെങ്കിലും തൊപ്പിയുടെ ആ ഒരു വോയിസിന്റെ കഥ അത് അങ്ങോട്ട് വർക്കൗട്ട് ആയില്ല. നിനക്ക് കുറച്ചും കൂടെ ഒരു നല്ല സ്ക്രിപ്റ്റുമായിട്ട് വരായിരുന്നു. അത് അങ്ങോട്ട് ശരിയായില്ല കേട്ടോ. തൊപ്പി ഇപ്പൊ പറയുന്നത് ഇവന്മാര് വെച്ച് ഉണ്ടാക്കിയെന്നാണല്ലോ ആര് ഷമീർ. അത് അതിനേക്കാളും വലിയ കോമഡിയാ. തേയില ഉണ്ടാക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. പിന്നെ സൂപ്പർ ചാറ്റിന്റെ സൗണ്ട് എങ്ങനെ ഓഫാക്കാൻ അറിയാത്ത ആൾക്കാരാണ് ഈ ഉണ്ടാക്കിയിരിക്കണമെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ എനിക്ക് സ്വല്പം ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ ലൈവ് ഇട്ട ആൾക്കാർക്ക് ആൾക്കാർ ഇങ്ങനെ വരെ സൂപ്പർ ചാറ്റിൽ 10ഉം 20ഉം ഇട്ടിട്ട് തെറി വിളിക്കുന്നുണ്ട്. അപ്പോൾ വരെ സൂപ്പർ ചാറ്റിൽ 10ഉം 20ഉം ഇട്ടിട്ട് തെറി വിളിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സ്വിച്ച് അറിയണില്ല അവർക്ക് ഇത് എവിടെ നിൽക്കിയത് ഓഫ്. അപ്പോൾ ഇവരെല്ലാവരും ഇരുന്ന് തപ്പാണ്. അപ്പോൾ ഇത്രയും അന്തല്ലാത്തൊരു ടീമിന് ഇത്ര വലിയൊരു അതായത് ബന്ധങ്ങളിലേക്ക് പോകാൻ ഒരിക്കലും പറ്റില്ല എന്നുള്ളത് ചിലപ്പം LKG കുട്ടികളോ 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് അല്ലെങ്കിൽ 6ാം ക്ലാസ് മുതൽ ഉള്ള ഒരു 5ാം ക്ലാസ് ഒരു 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ വിശ്വസിക്കാൻ ചിലപ്പം പറ്റുണ്ടായിരിക്കും. അതായത് ഇങ്ങനെ ആണ് വിശ്വസിക്കാൻ പറ്റേ. എനിക്ക് തോന്നണില്ല അന്നം തിന്നണ ഏതൊരു മനുഷ്യനും ദയാണ് വിശ്വസിക്കാൻ പറ്റും. അതൊരിക്കലും തെളിയില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ പിന്നാലെ നിങ്ങൾ ഒരുപാട് പോയി കഴിഞ്ഞാൽ ഓഡിയോ എഞ്ചിനീയേഴ്സ് നമ്മളെ കയ്യിലുണ്ട്. ഓഡിയോ എഞ്ചിനീയേഴ്സ് കൃത്യമായിട്ട് നമുക്ക് ഈ വോയിസ് മൊത്തം, അതായത് സ്ക്രീൻ റെക്കോർഡ് ഇട്ട കോപ്പിയല്ല, ഏത് ഫോണിലാണോ ഇവർ റെക്കോർഡ് ചെയ്തത് ആ ഫോണിൽ നിന്ന് കിട്ടിയ ഡോക്യുമെൻ്റ് കോപ്പി നമ്മളെ കയ്യിലുണ്ട്. ഇത് നമ്മൾ ഹാജരാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് പതിപ്പുകളല്ല, വിഷയങ്ങളല്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പതിപ്പിൽ നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് കോമഡി. ഈ ഇവന്മാര് ലൈവ് തുടങ്ങിയ സമയത്ത്, ഈ ഷമീർ ആൻഡ് ടീം ലൈവ് തുടങ്ങിയ സമയത്ത് തൊപ്പിയുടെ ടീം ആയിരിക്കണം തുരുതുരാന്ന് ഇങ്ങനെ സൂപ്പർ ചാറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സൂപ്പർ ചാറ്റ് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ഒരു സൗണ്ട് വരുമല്ലോ. ലവൻ സംസാരിക്കുന്നത് ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സൂപ്പർ ചാറ്റ് ഇട്ട് ഈ ഒരു സൗണ്ട് കേൾപ്പിക്കുന്നത്. അങ്ങനെ ഏറ്റവും അവസാനം ഇവന്മാർ ഇത് ഓഫ് ആക്കണം. ഈ സൂപ്പർ ചാറ്റ് എവിടെ ഓഫ് ആക്കണ്ടെന്ന് പോലും ഇവിടെ ഇരിക്കുന്ന ഈ ഷമീർ എന്ന് പറയുന്ന അവൻ അറിയത്തില്ല. അവൻ പിന്നെ അപ്പുറത്തുനിന്ന് ആൾക്കാരെയൊക്കെ വിട്ട് എന്റെ വേർത്തിൻ്റെ അസ്വാഗോ എന്ന് പറഞ്ഞ ആ പയ്യനെയൊക്കെ വിളിച്ചിരുത്തിയിട്ടാണ് ഓഫ് ആക്കിക്കുന്നത്. അത് ഓഫ് ആക്കിയിട്ട് പിന്നെ ഈ സൗണ്ട് വരുവാണ്. ഈ സൗണ്ട് എങ്ങനെ ഓഫ് ആക്കണത് ഇവർക്ക് ഒന്നിനും അറിയില്ല. അതിനുള്ള ബോധവും വിവരവും പോലും ഇവരൊന്നും ഇല്ല. ഇവരൊക്കെ സ്ട്രീമേഴ്സ് ആണെന്ന് പറയുമെങ്കിൽ പോലും അവരുടെ സ്ട്രീമിങ്ങിന്റെ ബേസിക് സെറ്റപ്സ് എന്താണെന്ന് പോലും അറിയില്ല. ആ ഇവന്മാരാണ് തൊപ്പിയുടെ കണ്ണൂർ സ്ലാങ്ങിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വരുന്നത്. എടാ അതിനുള്ള വർത്തി പോലും അല്ല തൊപ്പി, അതാദ്യം മനസ്സിലാക്ക്. അത്രയ്ക്ക് കഴിവൊക്കെ ഈ ഷമീറിനൊക്കെ ഉണ്ടായിരുന്നെ അവനൊക്കെ വേറെ ഏതെങ്കിലും മേഖല പിടിച്ച് രക്ഷപ്പെട്ടേനെ. ഈ ഒരു നാണം കെട്ട സ്ട്രീമിന് ഇത് പെണ്ണുങ്ങളെ ഇങ്ങനെ ഈ നോക്കുന്ന രീതിയിൽ ഈ വൃത്തികെട്ട സ്ട്രീമിനകത്ത് വന്നിരുന്നിട്ട് ഇങ്ങനെ നിന്റെ അടിമയായിട്ട് കഴിയേണ്ട ആവശ്യമില്ലായിരുന്നു. അവനൊക്കെ വേറെ ഏതെങ്കിലും ലെവലായി പോയേനെ. അപ്പം ഹനാൻ ഷാന്റെ വ്ളോഗിനകത്ത് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്.